അറബി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC മേഖലയിലെ 6 പ്രമുഖ രാജ്യങ്ങൾ സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ബഹ്റൈൻ, ഖത്തർ, ഈ രാജ്യങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടാണ്. അവരാണ് ഒപ്പെക്കിൻ്റെയും പ്രധാനപ്പെട്ട നട്ടല്. അപ്പോൾ 2 സമിതികൾ ഇവിടെ പ്രധാനമാണ്. ഒന്ന് GCC, ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ, അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഇറാന് അഭിമുഖമായി പേർഷ്യൻ ഗൾഫിൻ്റെ മറുകരയിൽ അല്ലെങ്കിൽ ചുറ്റുപാടും സ്ഥിതി ചെയ്യുന്ന 6 രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ എപ്പോഴും കെട്ടുറപ്പോടെ നിന്നിരുന്നു. GCCയുടെ താല്പര്യങ്ങൾ ഒറ്റക്കെട്ടാണ്. പ്രധാനമായും സുന്നി രാജ്യങ്ങളാണ്. അവർ സംശയത്തോടെ കണ്ടത് ഇസ്രായേലിനെയും ഇറാനെയുമാണ്. ഇസ്രായേലുമായി ഇപ്പോൾ കാര്യമായ തർക്കങ്ങളില്ല, ഇറാനുമായി തർക്കങ്ങളുണ്ട്, ആക്രമണവും നടക്കുന്നു. ആ പശ്ചാത്തലത്തിൽ വേണം GCCയുടെ കഴിഞ്ഞ ദിവസത്തെ യോഗം, 2 ദിവസം മുമ്പ് നടന്ന യോഗം. ആ യോഗത്തിൻ്റെ അന്നാണ് ആ യോഗത്തെ അറിയിക്കാതെ, ഒപ്പെക്കിനെ അറിയിക്കാതെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒപ്പെക്ക് വിട്ടു പോവുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പം GCCയുടെ കെട്ടുറപ്പ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ, അമേരിക്കയുടെ പെട്രോ ഡോളർ റെജിമൻ, ലോകത്താകമാനം നടക്കുന്ന എണ്ണ കച്ചവടത്തിൻ്റെ സിംഹഭാഗവും ഡോളർ ഉപയോഗിച്ച് വാങ്ങുകയും ഡോളർ ഉപയോഗിച്ച് വിൽക്കുകയും ചെയ്യുക എന്ന ഒരു ചിന്ത, ഇതിൽ നിന്ന് കണ്ടാണല്ലോ വേൾഡ് കറൻസിയായി ഡോളറിനെ നിലനിർത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും അധികം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയാണ്. ഇപ്പോഴിതാ സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ഇറാൻ ഒരു തക്കതായ മറുപടി തങ്ങളുടേതായ രീതിയിൽ, അമേരിക്കയുടെ രീതിയിലല്ല, അമേരിക്കൻ താവളങ്ങളിൽ നിന്നുള്ള ആക്രമണമല്ല, ഒരു കോർഡിനേറ്റഡ് സിൻക്രണൈസ്ഡ് ആക്ഷൻ എഗൻസ്റ്റ് ഇറാൻ വേണമെന്ന നിലയിൽ ചിന്തിച്ചു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഡിസൈഫർ ചെയ്യുക? അമേരിക്കയുടെ തീരുമാനത്തിന് തലയ്ക്ക് മുകളിലൂടെ ഗൾഫ് തീരുമാനിച്ചു എന്നാണോ, അതോ ഗൾഫ് അമേരിക്കൻ അറ്റംപ്റ്റ്സിനെ സഹായിക്കുന്നു എന്നാണോ? 2 രീതിയിലും വിശകലനം ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതിനൊന്നും മെനക്കെടാതെ സംഘടിത ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു രാജ്യം ഇതിനുള്ളിൽ തന്നെയുള്ള GCC മെമ്പറാണ്, അതേപോലെ തന്നെ ഒപ്പെക്കിലെ ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരാളാണ്. അതാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. സംഘടന വിട്ടങ്ങ് പോയിരിക്കുകയാണ്. ഒപ്പെക് എന്ന സംഘടന വിട്ടു പോയിരിക്കുകയാണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അത് ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, അവിടെ വെനിസുലയുണ്ട്, അവിടെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുണ്ട്, നൈജീരിയയിലൊക്കെ നല്ലപോലെ എണ്ണയുണ്ട്, കോങ്കോ, നൈജീരിയ, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഈ രാജ്യങ്ങളിൽ മിക്കതും ഒപ്പെക്കിൽ തന്നെ നിലനിൽക്കുന്നു. ഒപ്പെക്കിൻ്റെ പ്രവർത്തനം ഓയിൽ കാർട്ടലുകളിലൂടെയാണ്. അതായത് ഒരു സമഗ്രമായ എണ്ണ പോളിസിയിലൂടെ ഒരു രാജ്യത്തിന് ഇത്ര എണ്ണ എക്സ്ട്രാക്ട് ചെയ്യാം, ഖോട്ട നിശ്ചയിക്കും ഒപ്പെക്. സൗദി അറേബ്യയ്ക്ക് ഏറ്റവും വലിയ ഖോട്ട, ഏറ്റവും കൂടുതൽ എണ്ണയുള്ള സൗദി അറേബ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി, UAEക്ക്, ഖത്തറിന്, ഒമാൻ, ഇങ്ങനെയൊക്കെ ഓരോ രാജ്യത്തിനും എത്ര എണ്ണ വീതം ഉത്പാദിപ്പിക്കാം. അങ്ങനെ ആഗോള വിപണിയിലെ എണ്ണ ലഭ്യതയെക്കുറിച്ച് കൃത്യമായ ഒരു കൺട്രോൾ, എത്ര എണ്ണ ഉത്പാദിപ്പിക്കണം, ഏറെ ഉത്പാദിപ്പിച്ചു പോയാൽ ഡിമാൻഡ് കുറയും, വില കുറയും. എണ്ണ ഉത്പാദനം നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ ലോക വിപണികളിലെ ക്രൂഡ് ഓയിലിൻ്റെ വില നിലവാരം തങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ, പിടിച്ചു നിർത്താൻ കഴിയും. ഇതാണ് ലോജിക്. അമേരിക്ക കുറേ കാലമായിട്ട് പറയുന്നു അങ്ങനെ ചെയ്യരുത്, ലെറ്റ് മാർക്കറ്റ് ഫോഴ്സസ് ഓപ്പറേറ്റ്. അമേരിക്കയുടെ എണ്ണയും വിൽക്കണം, ഗൾഫ് എണ്ണയിൽ വിൽക്കണം, അത് രാജ്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോകണം. കാരണം ഒപ്പെക് അമേരിക്കയോട് വിലപേശുന്നത് കൊണ്ട് മാത്രമല്ല, ആ ഒരു റെജിമൻ മാറണമെന്ന അമേരിക്കയുടെ ആഗ്രഹം നടക്കാതെ പോകുന്നത് കൊണ്ട് ഒരു രാജ്യത്തെ ഇപ്പോൾ അടർത്തിയെടുത്തിരിക്കുന്നു. UAE ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് ഉത്പാദിപ്പിക്കാൻ അനുവാദം കിട്ടിയിരിക്കുന്നത് പെർ ഡേ 35 മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ. അത് തങ്ങൾക്ക് കപ്പാസിറ്റി, പൂർണ്ണ കപ്പാസിറ്റി 50 മില്യൺ ബാരൽസ് പെർ ഡേ, അത്രയും ഉത്പാദിപ്പിക്കാൻ അവകാശമുണ്ട്. തങ്ങൾ നിശ്ചയിച്ചോളാം വില. 3, ഇന്ത്യക്ക് ഏറെ ആഹ്ലാദകരമായൊരു തീരുമാനം, ഏത് കറൻസിയിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് തങ്ങൾ തീരുമാനിച്ചുകൊള്ളാം. അതുകൊണ്ട് ഇന്ത്യയും UAEയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ റുപ്പി കൊടുത്തുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പോലെ UAEയിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയും. സോ ഇന്ത്യ വിൽ ബി ഏബിൾ ടു സേവ് പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. നമ്മുടെ വിദേശ നാണ്യം
കരുതൽ ആയി വയ്ക്കാൻ സാധിക്കുന്ന ഒരു ഒന്നാം തരം നീക്കമാണ് UAE നിന്നുള്ളത്. അപ്പം മറ്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഒപെക് എന്ന സമിതിയുടെ തീട്ടൂരങ്ങൾ അംഗീകരിക്കാതെ ഇൻഡിവിജ്വലായി ഉത്പാദനവും വിതരണവും വിപണനവും ക്രമീകരിക്കാൻ UAEക്ക് അവസരം ഉണ്ടാവുകയാണ്. അതാണ് ഒരു റപ്ചർ, അതാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ. 2, ഇപ്പോഴിതാ ഗൾഫ് രാജ്യങ്ങൾ ഇറാനോട് എടുക്കേണ്ട നിലപാട് എന്ത്, അതേക്കുറിച്ചും ആശയക്കുഴപ്പം വരികയാണ്. കിങ്സ് ഇൻ ദി ആർമർ ഗെറ്റ് വൈഡൻഡ്, അല്ലെങ്കിൽ ആ വിള്ളലുകൾ അല്ലെങ്കിൽ ദൗർബല ഫോൾട്ട് ലൈൻസ് കുറച്ചുകൂടെ വൈഡൻഡ് ആവുകയാണ്. അതുകൊണ്ട് ഇറാനോട് ഒരുപക്ഷെ UAE കൊണ്ട് ഇറാനുമായി എങ്ങനെയെങ്കിലും സന്ധിച്ചത് വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഇറാൻ ആക്രമിക്കാൻ നോക്കിയാൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് സൗദിയല്ല, സൗദിയുടെ വിസ്തൃതിയുള്ള ഭൂമിയാണ്. UAE കുറച്ചുകൂടെ ചെറിയ രാജ്യമാണ്. അവിടെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ, ടൂറിസം, ദുബായിക്കൊക്കെ ആണെങ്കിൽ ആകെയുള്ളത് മറ്റു തരം എണ്ണ ഒഴിച്ചുള്ള കാര്യങ്ങളാണുള്ളത്. വലിയൊരു ടൂറിസം ഹബ്ബാണ്, ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ഫ്രീ പോർട്ട്, സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു വിപണിയാണ്. ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ സമാധാനം കൂടിയേ കഴിയൂ. ഹോർമൂസ് കടലെടുക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യാൻ കഴിയണം, സമാധാനം ഉണ്ടാകണം, ചരക്കുകൾ എത്തണം. ഇത് കയറ്റുമതി മാത്രമല്ല, എണ്ണ കയറ്റുമതി മാത്രമല്ല, ഇറക്കുമതി. ദുബായിലേക്ക് ലോകത്തെങ്ങുമുള്ള നല്ല പ്രോഡക്റ്റ്സ് ഇറക്കുമതി ചെയ്യുകയാണ്. അത് പിന്നീട് മറ്റുള്ളവർ വാങ്ങിക്കൊണ്ട് പോകുന്ന വിപണിയാണ്. ഇതെല്ലാം സംരക്ഷിക്കണമെങ്കിൽ യുണീക്കായ ഒരു ഫോറിൻ പോളിസി അവിടെ ആവശ്യമാണ്. ആ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് UAE ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് GCCയുടെ രാജ്യങ്ങളുടെ ഇടയിൽ ഒരു വേറിട്ട ചിന്തയുണ്ടായി. അതാണ് ഒരു ഡയമെൻഷൻ. സമാന്തരമായി മറ്റൊരു സംഘടന കൂടി വിള്ളലിൻ്റെ വക്കിലാണ്. അതാരും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. BRICS, BRICS, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, 4 രാജ്യങ്ങളുമായി തുടങ്ങി പിന്നീട് സൗത്ത് ആഫ്രിക്ക ചേർത്ത് 5 രാജ്യങ്ങളുമായി നിന്ന് ഇപ്പോൾ ഇതാ 10 ഔപചാരിക അംഗങ്ങളും 10 ഒബ്സർവർ സ്റ്റേറ്റസ് ഉള്ള മറ്റ് അസോസിയേറ്റ് അംഗങ്ങളും ചേരുന്ന 20 രാജ്യ കൂട്ടായ്മയിലും വിള്ളലുകളുണ്ട്. ഇറാൻ അമേരിക്ക വിഷയത്തിൽ വിള്ളലുണ്ട്. അവിടെ പേർഷ്യൻ ഗൾഫിലെ 2 രാജ്യങ്ങൾ ബ്രിക്സിൽ 2024 ചേർന്നു. അത് ഇറാനും UAEയുമാണ്. ബ്രിക്സ് വികസിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്ന ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലുമാണ്. അതോടൊപ്പം കൂടുതൽ രാജ്യങ്ങൾ ചേർന്നപ്പോൾ, ഈ 2 രാജ്യങ്ങളെ ചേർത്തപ്പോൾ രണ്ടും പരസ്പരം പോരുകോഴികളെ പോലെ നിൽക്കുമെന്ന് ബ്രിക്സിൻ്റെ നേതൃത്വം പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴിതാ ഇന്ത്യയിൽ ബ്രിക്സിൻ്റെ നേതൃത്വം വന്നു എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുൻപുള്ള സമിതിയിൽ വിദേശകാര്യമന്ത്രിമാരുടെയൊക്കെ ആ ഒരു മീറ്റിങ്ങിൽ ഒരു ജോയിൻറ്റ് ഡിക്ലറേഷനിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പാലസ്തീൻ വിഷയത്തിൽ ഒരു ജോയിൻറ്റ് പ്രഖ്യാപനത്തിൽ പാലസ്തീൻ കോസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. അതേസമയം ഇന്ത്യ പുലർത്തുന്ന ഒരു മാന്യമായ സമീപനമുണ്ടല്ലോ, അതായത് ഈ 2 പക്ഷത്തും ചേരാതെ പലസ്തീൻ കോസിനോടൊപ്പമാണ്. അതേസമയം ഇസ്രയേലിന് എക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയും വേണം. അതുകൊണ്ട് ഇസ്രയേലി ആക്രമണത്തെ അപലപിക്കുന്നതിനോടൊപ്പം തന്നെ പലസ്തീന് ന്യായമായ അർഹമായ ഒരു പരിഗണന ഉണ്ടാവണം എന്നുകൂടി പരിശോധിക്കുന്ന ഇന്ത്യയുടെ താല്പര്യം അവിടെ നടന്നില്ല. അവിടെ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നടന്നില്ല. ഇപ്പോഴിതാ ഇറാനും UAEയും വിരുദ്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും കൂടെ നടത്തിയ ആക്രമണത്തെ ബ്രിക്സ് അപലപിക്കണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടു. UAE പറയുന്നത് ഇറാൻ UAEക്ക് നേരെ പ്രകോപനമില്ലാത്ത നടത്തിയ ആക്രമണത്തെ അപലപിക്കണം. 2 കാര്യങ്ങളാണ്. ഇത് രണ്ടും സാധിക്കാത്ത രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകും ബ്രിക്സ് രാജ്യങ്ങൾ? വിപുലീകരിച്ച ബ്രിക്സ് രാജ്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ഈ ഒരു ആശയക്കുഴപ്പമാണ്. അത് മാത്രമല്ല, ബ്രിക്സ് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. ഒരു കാലത്ത് ഡോളറിന് ബദലായി മറ്റൊരു കറൻസി രൂപപ്പെട്ട് വന്നാൽ അത് ബ്രിക്സിൻ്റെ രാജ്യങ്ങൾ ചേർന്ന് തങ്ങളുടെ ഓൺ കറൻസിയിലോ കോമൺ കറൻസി ബ്രിക്സ് കറൻസിയിലോ വ്യാപാരം നടത്താനാവും. അങ്ങനെ അമേരിക്കയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കാൻ കഴിയും എന്ന ഒരു ധാരണയും ഇതോടെ പൊളിയുകയാണ്. അപ്പോൾ ഇന്ത്യ അമേരിക്കയെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയുന്നില്ല. അമേരിക്കയുമായിട്ട് വ്യാപാര ബന്ധമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അമേരിക്ക വിരുദ്ധമായ നിലപാടെടുത്താൽ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് നിന്നേക്കാം. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇന്ത്യക്കില്ല. അതുകൊണ്ട് വലിയൊരു ശരശയ്യയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബ്രിക്സിനുള്ളിലെ ഇന്ത്യ വലിയ ഒരു സമ്മർദ്ദം നേരിടുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ സമ്മർദ്ദം നേരിട്ട് ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൾട്ടിപ്പിൾ ലെവൽ ബ്രിക്സ്, അറബ് ലീഗിനുള്ളിൽ വിള്ളലുകൾ, GCCക്കുള്ളിൽ വിള്ളലുകൾ, ഒപെക്കിനുള്ളിൽ വിള്ളൽ, അതേപോലെ തന്നെ ബ്രിക്സിനുള്ളിലും വിള്ളൽ. അങ്ങനെ ഇറാൻ അമേരിക്ക യുദ്ധം മൾട്ടിപ്പിൾ ഡയമെൻഷൻസാണ്. വേൾഡ് ജിയോ പൊളിറ്റിക്സ്, ജിയോ ഇക്കണോമിക്സിൽ പുതിയ മേഖലകൾ, ആരും പ്രതീക്ഷിക്കാത്ത പുതിയ പന്ഥാവുകളിലൂടെ
ഇപ്പോൾ യുദ്ധം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ച് സമഗ്ര ചിത്രം കിട്ടാൻ വേണ്ടി വളരെ കൺസൈസ്, പക്ഷേ അതേസമയം കൃത്യമായ എങ്ങനെയാണ് ലോകം മാറി പോകുന്നത്, മാറുന്നുണ്ട്, കൃത്യമായ മാറ്റങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊരു സൂചന നൽകാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.